സർവകാല ഉയരം താണ്ടി നിഫ്റ്റി. മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ബജാജ് ട്വിൻസ്. ഇന്നത്തെ ട്രേഡിംഗ് ഡേയിലെ ആദ്യ മണിക്കൂറുകളിലെ പ്രവർത്തനത്തെ ചുരുക്കത്തിൽ ഇങ്ങനെ വിലയിരുത്താം. വ്യാപാരം തുടങ്ങി ആദ്യ മിനിറ്റുകൾ തന്നെ ബജാജ് ഫിനാൻസിന്റെ ഓഹരികൾ 7% ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ താരം ബജാജ് ഫിനാൻസ് ഓഹരികൾ തന്നെയാണ്. ഇനി മുന്നേറ്റത്തിന്റെ കാരണം എന്താണെന്ന് കൂടി പരിശോധിക്കാം. RBIയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിതമായ അനുകൂല നടപടികളാണ് ഓഹരികൾ കുതിപ്പിലേക്ക് നയിച്ചത്. ഇ-കോം, ഇൻസ്റ്റാ EMI കാർഡ് എന്നീ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഉപരോധം ഇന്നലെ വൈകിട്ടോടെ RBI നീക്കം ചെയ്ത് ഉത്തരവിറക്കിയിരുന്നു. 2023 നവംബർ 15-നാണ് RBI ബജാജ് ഫിനാൻസിനോട് അവരുടെ 2 വായ്പാ ഉൽപ്പന്നങ്ങളായ ഇ-കോം, ഇൻസ്റ്റാ EMI കാർഡ് എന്നിവയ്ക്ക് കീഴിലുള്ള ലോണുകളുടെ അനുമതിയും വിതരണവും നിർത്താൻ നിർദ്ദേശിച്ചത്. സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ വായ്പാ മാർഗനിർദ്ദേശങ്ങളുടെ നിലവിലുള്ള വ്യവസ്ഥകൾ കമ്പനി പാലിക്കാത്തതിനാലാണ് ഈ നടപടി എടുത്തതെന്ന് RBI സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 2 വായ്പാ ഉൽപ്പന്നങ്ങൾക്ക് കീഴിലുള്ള വായ്പാക്കാർക്ക് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് നൽകാത്തതും ഡിജിറ്റൽ വായ്പകൾ നൽകുന്ന കീയിലെ പോരായ്മകളുമാണ് പ്രധാന കാരണങ്ങളായി ഈ ഒരു ബാനിന് സെൻട്രൽ ബാങ്ക് ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ബാങ്കുകളോടും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോടും വായ്പ എടുക്കുന്നവർക്ക് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ KFS നൽകണമെന്ന് RBI നിഷ്കർഷിച്ചത്. KFSൽ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും വളരെ ലളിതമായ ഭാഷയിൽ വായ്പാ കരാറിന്റെ ബോക്സിൽ ഉൾപ്പെടുത്തണമെന്നും അത് കൃത്യമായി വായ്പ എടുക്കുന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും RBI നിർദ്ദേശിച്ചിരുന്നു. വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചാർജുകളും KFSൽ പറഞ്ഞിരിക്കണമെന്നും RBI അന്നത്തെ ആ ഒരു ചാർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. KFSൽ സൂചിപ്പിക്കാത്ത ചാർജുകൾ ഈടാക്കാൻ പാടില്ല എന്നുകൂടി RBI നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നവംബറോടെ ബജാജ് ഫിനാൻസിന്റെ ഡിജിറ്റൽ വായ്പകളുടെ KFS RBI നിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ലെന്ന് കണ്ടെത്തുകയും സെൻട്രൽ ബാങ്ക് നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ഈ നടപടിയാണ് RBI ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നടപടിയോടെ നിക്ഷേപകർക്ക് കമ്പനിയുടെ മേലുള്ള വിശ്വാസം വർദ്ധിച്ചെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഏപ്രിൽ 25-ന് 4ാം പാദഫലങ്ങൾ കമ്പനി പുറത്തുവിട്ടിരുന്നു. ഈ പാദഫലത്തോടൊപ്പം കമ്പനിയുടെ വായ്പാ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ RBIയോട് കമ്പനി ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതായി ബജാജ് ഫിനാൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കമ്പനിയുടെ പാദഫലങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. മാർച്ച് പാദത്തിൽ 3824.53 കോടി രൂപയുടെ ഏകീകൃത അറ്റാദായമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത് 3157.79 കോടി രൂപയായിരുന്നു. താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ ഏകദേശം 21.1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തന വരുമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 31.34% ഉയർന്ന് 14,926.21 കോടി രൂപയായി ഉയർന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ മൊത്ത വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ 31.35% ഉയർന്ന് 14,931.98 കോടി രൂപയും ആയി. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ 11,367.54 കോടി രൂപയായിരുന്നു പ്രവർത്തന വരുമാനം. ഇനി പാദാടിസ്ഥാനത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അറ്റാദായം 3,638.95 കോടി രൂപയിൽ നിന്ന് 5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലേക്ക് വരുമ്പോൾ 14,163.56 കോടി രൂപയിൽ നിന്നും 5.38% വളർച്ച കൈവരിക്കാനും ബജാജ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മൊത്ത വരുമാനത്തിലേക്ക് വരുമ്പോൾ 3ാം പാദത്തിലെ 14,166.89 കോടി രൂപയിൽ നിന്നും 5.4% വളർച്ചയും രേഖപ്പെടുത്താൻ ബജാജ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അസറ്റ് അണ്ടർ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ 34% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 3.3 ട്രില്യൺ രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.47 ട്രില്യൺ രൂപയായിരുന്നു. മൊത്ത നിഷ്ക്രിയ ആസ്തിയും അറ്റ NPAയും യഥാക്രമം 0.85%, 0.37%, രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് യഥാക്രമം 0.94%, 0.34% ഓഹരി ഒന്നിന് 36 രൂപയുടെ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. RBIയുടെ നടപടിയെ തുടർന്ന് എസ്റ്റിമേറ്റിനനുസരിച്ചൊരു പാദഫലമായിരുന്നില്ല കമ്പനിയുടേത്. അതിനാൽ തന്നെ ആ ഒരു സമയത്ത് നിരവധി ബ്രോക്കറേജുകൾ ഓഹരിയുടെ ടാർഗറ്റ് കുറയ്ക്കുകയും റേറ്റിംഗ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ RBIയുടെ അപ്രതീക്ഷിതമായ അനുകൂല നടപടി വീണ്ടും ഓഹരിയിന്മേലുള്ള ബ്രോക്കറേജുകളുടെ പ്രതീക്ഷകൾ ഉയർത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ജെഫ്രീസ് അനലിസ്റ്റുമാരുടെ അഭിപ്രായത്തിലേക്ക് പോയി നോക്കാം. ജെഫ്രീസ് അനലിസ്റ്റുമാരുടെ അഭിപ്രായത്തിൽ ബജാജ് ഫിനാൻസിന് ബൈക്കോൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്.
ടാർഗറ്റായി പറഞ്ഞിരിക്കുന്നത് 9,260 രൂപയാണ്. ഇത് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 34% വളർച്ചാ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. RBIയുടെ നിരോധനം നീക്കം ചെയ്യുന്നത് കമ്പനിയുടെ ബിസിനസിനെ സഹായിക്കുമെന്നും ഗ്രോത്ത് വിസിബിലിറ്റി മെച്ചപ്പെടുത്തുമെന്നാണ് അവർ നിരീക്ഷിക്കുന്നത്. 2024 സാമ്പത്തിക വർഷം മുതൽ 2027 സാമ്പത്തിക വർഷം വരെ കമ്പനിയുടെ CAGR 24% വളർച്ചയാണ് ജെഫറീസിലെ അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. സിറ്റിയും ഓഹരിക്ക് ബൈക്കോൾ തന്നെയാണ് നിലനിർത്തിയത്. ടാർഗറ്റ് വിലയായി ബ്രോക്കറേജ് നൽകിയിരിക്കുന്നത് 8,675 രൂപ. RBIയുടെ നടപടിക്ക് പിന്നാലെ വെറും 5 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചത് മികച്ച മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ മൂലമാണെന്നാണ് ബ്രോക്കറേജിന്റെ വിലയിരുത്തൽ. സമാനമായ അഭിപ്രായം തന്നെയാണ് MKയിലെ അനലിസ്റ്റുമാരും പങ്കുവച്ചത്. ഒപ്പം തന്നെ അവരുടെ ക്ലയന്റ് ബേസ് വർദ്ധിക്കുമെന്നും ഫീസ് ഇനത്തിലുള്ള വരുമാന വർധനവ് കാരണമാകുമെന്നും കൂടി MKയിലെ അനലിസ്റ്റുമാർ കൂട്ടിച്ചേർക്കുന്നു. ബൈക്കോൾ നൽകിയ ഓഹരിയുടെ ടാർഗറ്റ് വില 9,000 രൂപയാണ്. KR ചോക്സിയിലെ അനലിസ്റ്റുമാരും ഓഹരിക്ക് ബൈക്കോൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് വിലയായി നൽകിയിരിക്കുന്നത് 8,000 രൂപയാണ്. ഇനി ഓഹരിയുടെ പെർഫോമൻസിലേക്ക് നോക്കിയാൽ 1995 10 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി 2001 സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് 3 രൂപ വരെ ഇടിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഒരു ദശാബ്ദക്കാലം പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയത്. 2001 കാലത്ത് 10,000 രൂപ ഈ ഓഹരിയിൽ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ഏകദേശം 23 ലക്ഷം രൂപയിലധികം സ്വന്തമാക്കാൻ സാധിച്ചേനെ. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഓഹരി ഒരു അണ്ടർ പെർഫോമൻസ് ആണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടാം. പെർഫോമൻസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മറ്റ് ഫൈനാൻസിങ് ഓഹരികളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഓഹരി ഇപ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇയർ ടു ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 4.18% നെഗറ്റീവ് റിട്ടേൺ ആണ് ബജാജ് ഫിനാൻസ് നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 10% നേട്ടം നൽകാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 25% നേട്ടം നൽകാനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും അണ്ടർ പെർഫോമൻസ് ആയിട്ടുള്ള ഈ ഒരു ഓഹരിയിൽ ഇനിയും വലിയ തോതിലൊരു വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ബ്രോക്കറേജുകളുടെ വിലയിരുത്തൽ.